വെൽക്കം ടു സ്റ്റുഡന്റ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ആണ്. നമുക്കറിയാം ചാപ്റ്ററിൽ നിന്ന് തിയറി പോർഷൻസിനെ കൂടാതെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്നെല്ലാം ഇമ്പോർട്ടന്റ്ലി പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ അത്തരത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിന് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ റാപ്പിഡ് കോഴ്സ്, അതായത് ലൈവ് ട്യൂഷനിൽ ചേരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്കറിയാം പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഫോർമുലാസ് അറിയണം. സോ ഇവിടെ ഞാൻ ബോർഡിനകത്ത് ഈ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ നമ്മൾ പഠിച്ച 10 ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓരോ ഫോർമുലാസിനെ കുറിച്ചും ഞാൻ പറഞ്ഞു തരാം. ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റം P = mv, മാസ് ഇൻറ്റു വെലോസിറ്റി. അറിയാമെന്ന് വിചാരിക്കുന്നു. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത അപ്ലൈഡ് ഫോഴ്സ് എന്തുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ നമ്മൾ പഠിച്ചായിരുന്നു, അതിന്റെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. സോ ആ സമയത്ത് നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? F = ma. അതാണ് നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പഠിച്ചത്? ഇറ്റ് ഈസ് ദ ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഫോർ എ ഷോർട്ട് ടൈം പീരീഡ്. സോ ഇമ്പൾസ് I = ഫോഴ്സ് ഇൻറ്റു ടൈം, യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് ആണ് അടുത്തത്. സോ അതിന് μs എന്നാണ് ഡിനോട്ട് ചെയ്യുക. സ്റ്റാറ്റിക്, S ഫോർ സ്റ്റാറ്റിക്, = Fs maximum ഡിവൈഡഡ് ബൈ n. Fs maximum എന്ന് വെച്ചാൽ എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതായത് Fs maximum ഡിവൈഡഡ് ബൈ n. അതർവൈസ് R എന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടാവും, അതായത് നോർമൽ ആണ്. ക്ലിയർ? അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് കൈനമാറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? μk എന്നാണ് ഡിനോട്ട് ചെയ്യുക, = Fk ഡിവൈഡഡ് ബൈ n. Fk എന്ന് വെച്ചാൽ കൈനമാറ്റിക് ഫ്രിക്ഷൻ ആണ് Fk എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ദ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ വിൽ ബി = ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. ഫൈനൽ ഇക്വേഷൻ എന്തായിരുന്നു? m1u1 m2u2 = m1v1 m2v2 എന്നാണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വന്നത്. സോ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാകത്തിലുള്ള പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. നെക്സ്റ്റ് കോളത്തിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്നത് ബാങ്കിങ് ഓഫ് റോഡ് അല്ലെങ്കിൽ ബാങ്കിങ് റിലേറ്റഡ്, സർക്കുലർ മോഷനിലുള്ള ബാങ്കിങ് റിലേറ്റഡ് ഫോർമുലാസ് ആണ്. നമുക്ക് അറിയാവുന്ന ഫോർമുലാസ് ആണ്. തീറ്റ, ആംഗിൾ ഓഫ് ബാങ്കിങ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ബാങ്കിങ്. ഏത് ആംഗിളിലാണ് ബാങ്കിങ് നടന്നിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ബാങ്കിങ് അഥവാ തീറ്റ എന്ന് പറയാം. സോ തീറ്റ = tan inverse of v² ഡിവൈഡഡ് ബൈ g. v എന്ന് പറഞ്ഞു വെച്ചാൽ വെലോസിറ്റി ആണ്, g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, r എന്ന് പറഞ്ഞാൽ ആ റേഡിയസ് ആണ്, സർക്കുലർ മോഷന്റെ റേഡിയസ്. ക്ലിയർ? അടുത്തത് v = അതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം, വെലോസിറ്റി കണ്ടുപിടിക്കാം. സോ v = √rg tan θ എന്ന് എഴുതാം. അടുത്തത് ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളൊരു ഡെറിവേഷൻ പഠിച്ചായിരുന്നല്ലോ, വലിയ കോംപ്ലിക്കേറ്റഡ് ഡെറിവേഷൻ. സോ അതിന്റെ ഫൈനൽ ആൻസർ ആണ് ഈ v മാക്സിമം വെലോസിറ്റി. ഇവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട്? ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. കാരണം mu എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. സോ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്തുള്ള maximum velocity √rg tan θ plus mu divided by 1 minus mu tan θ. ഇതാണ് ബാങ്കിങ് ഓഫ് റോഡ് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. അടുത്തൊരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതായിരിക്കും, കാരണം ഞാൻ ആ ഫോക്കസ് ഏരിയ വീഡിയോയ്ക്കകത്ത് പറഞ്ഞില്ല. കാരണം ഇത് ബേസ് ചെയ്ത പ്രോബ്ലംസ് മാത്രമേ പൊതുവെ പരീക്ഷകൾ ചോദിക്കാറുള്ളൂ. ബാങ്കിങ് ഓഫ് റോഡ് അല്ല, ബാങ്കിങ് ഓഫ് റെയിൽ ആണ്. റെയിൽവേ ട്രാക്കുകൾ ഒരു സൈഡ് മറ്റൊരു സൈഡിനേക്കാളും ചെറുതായിട്ട് പൊങ്ങിയിരിക്കുന്ന സമയം അതിനെയാണ് ബാങ്കിങ് ഓഫ് റെയിൽ എന്ന് പറയാം. സോ ഇതേ ഫോർമുല തന്നെയാണ്, v = √rg tan θ തന്നെയാണ്. പക്ഷെ tan θയ്ക്ക് പകരം നമ്മൾ x/l ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ v = rg tan θയിൽ tan θയ്ക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? x/l സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താണ് x ഉം എന്താണ് l? x എന്ന് പറഞ്ഞാൽ എത്ര ഹൈറ്റിലാണ് വേറെ ട്രാക്ക് അല്ലെങ്കിൽ വേറെ റെയിൽ, ഇനീഷ്യൽ 2 റെയിൽ ഉണ്ടാവുമല്ലോ. സോ രണ്ടാമത്തത് ഒന്നാമത്തിനേക്കാളും എത്ര ഉയരത്തിലാണ് പൊന്തിയിരിക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ x എന്ന് പറയാം. ഹൈറ്റ് ഓഫ് ദ ട്രാക്ക്, എത്ര ഹൈറ്റിലാണ് സെക്കൻഡ് വൺ ആദ്യത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ പൊന്തിയിട്ടുള്ളത്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? x എന്ന് പറയാം. നെക്സ്റ്റ് വൺ l എന്ന് പറഞ്ഞാൽ 2 ട്രാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം, ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ട്രാക്സിനെയാണ് നമ്മൾ എന്ത് പറയാം? L എന്ന് പറയും. ക്ലിയർ അല്ലേ? സോ അതേ ഇക്വേഷൻ ആണ്, പക്ഷെ tan θയ്ക്ക് പകരം x/l സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x എന്ന് പറഞ്ഞാൽ എത്ര ഹൈറ്റിലാണ് ഉയർന്നിരിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് വൺ l എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ട്രാക്സ്. സോ ഈ 10 ഫോർമുലാസ് അറിഞ്ഞാൽ ഈ ചാപ്റ്റർ എന്നുള്ള എല്ലാ പ്രോബ്ലംസിനും, എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റണം. പിന്നെ ബേസിക്കലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ചോദ്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. ജസ്റ്റ് ഈ ഫോർമുലാസ് എഴുതി കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്നില്ല. സോ ഈ ഫോർമുലാസ് ഇനീഷ്യലി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി എക്സിക്യൂഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് ഇനി പ്രോബ്ലംസിലോട്ട് കിടക്കാം.
നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലൂടെ എടുക്കാം. ഫസ്റ്റ് ചോദ്യം നമുക്കറിയാം, ഏറ്റവും എളുപ്പമുള്ള ചോദ്യം നമുക്ക് ആദ്യം ചെയ്തിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളിലൂടെ കിടക്കാം. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് ബേസിക്കലി നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോയിലെ ഫോർമുലാസ് എല്ലാം യൂസ് ചെയ്യുന്ന പോലുള്ള ചോദ്യമാണ് ഞാൻ ബോർഡിനകത്ത് എഴുതിയിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. A body of mass 50 kg is moving with a velocity 20 meter per second. 50 kilogram mass ഉള്ള ഒരു ബോഡി, 50 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡി എത്ര വെലോസിറ്റിയിലാണ് പോകുന്നത്? 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. A retarding force of 100 Newton is applied to it. നമ്മൾ അതിനെ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഓപ്പോസിറ്റ് ആണ്, അല്ലെ? ആക്സലറേഷൻ കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? റിട്ടാർഡേഷൻ എന്ന് പറയാം. സോ കുറയാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റോപ്പിലോട്ട് വരാൻ വേണ്ടി നമ്മൾ എത്ര ഫോഴ്സ് ആണ് കൊടുക്കുന്നത്? 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുകയാണ്. How long does the body take to stop? എത്ര സമയം എടുക്കും ആ ബോഡി സ്റ്റോപ്പിലോട്ട് വരാൻ, അല്ലെങ്കിൽ ആ ബോഡി റെസ്റ്റിലോട്ട് വരാൻ, ആ ബോഡി നിൽക്കാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയാം. 50 കിലോഗ്രാം ഉള്ള ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ അത് നിൽക്കാൻ വേണ്ടി നമ്മൾ 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുകയാണ്. സോ അത് നിൽക്കാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദ്യം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ബേസിക് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത് എഴുതേണ്ടത് ഗിവൺ ഡാറ്റ അഥവാ GD ആണ്. ഗിവൺ ഡാറ്റ എടുത്ത് എഴുതണം. എന്തൊക്കെയാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്? മാസ് തന്നിട്ടുണ്ട്, M ഈക്വൽ ടു 50 കിലോഗ്രാം മാസ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. വെലോസിറ്റി, ഇത് ഇനീഷ്യൽ വെലോസിറ്റി ആണോ ഫൈനൽ ആണോ? അത് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ആണ്. സോ അത് ഇനീഷ്യൽ വെലോസിറ്റി ആയി കൺസിഡർ ചെയ്യാം. സോ U ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. നമുക്കറിയാം ഇവിടെ അത് നിൽക്കാൻ എത്ര സമയം എടുക്കും, അല്ലെങ്കിൽ അത് സ്റ്റോപ്പിലോട്ട് റെസ്റ്റിലോട്ട് വരാൻ എത്ര സമയം എടുക്കും എന്നല്ല ചോദിച്ചിരിക്കുന്നത്. സോ ഫൈനലി ആ ബോഡിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് റെസ്റ്റിലാണ്. ദാറ്റ് മീൻസ് ഫൈനൽ വെലോസിറ്റി V ഈക്വൽ ടു 0. ക്ലിയർ? അവസാനം ആ ബോഡി നിൽക്കുകയാണ് അല്ലെങ്കിൽ റെസ്റ്റിലോട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. അത് നമുക്ക് എടുത്തെഴുതാൻ അറിയാം. ദെൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F ഈക്വൽ ടു 100 ന്യൂട്ടൺ. ഇത് നിങ്ങൾക്ക് അറിയണം. നമ്മൾ എത്ര ഫോഴ്സ് ആണ് കൊടുത്തത്? 100 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അടുത്തത് നെക്സ്റ്റ് വൺ. ഇനി എന്തെങ്കിലും തന്നില്ല ചോദ്യത്തിനകത്ത്, എന്തെങ്കിലും തന്നില്ല, നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? എത്ര സമയം എടുക്കും? T ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഗിവൺ ഡാറ്റാസും എന്താണ് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യവും ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ ആദ്യം തന്നെ എടുത്ത് എഴുതുക തന്നെ വേണം. നെക്സ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ പല ഫോർമുലാസ് ഉണ്ട് അല്ലേ? V ഈക്വൽ ടു U പ്ലസ് AT ഒക്കെ ഉപയോഗിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ അവിടെ നമുക്കൊരു മിസ്സിംഗ് ഉണ്ട്. എന്താണ് മിസ് ആവുന്നത്? നമുക്ക് A എന്ന് പറയുന്ന ആക്സിലറേഷൻ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇവിടെ റിട്ടാർഡിംഗ് ആണ്. സോ റിട്ടാർഡേഷൻ നമുക്ക് അറിയില്ല. ക്ലിയർ അല്ലേ? സോ റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് അറിയാവുന്ന ഫോർമുല F ഈക്വൽ ടു MA ആണ്. F ഈക്വൽ ടു MA. Therefore A ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ M എന്ന് വരും. F 100 ആണ്, 100 ന്യൂട്ടൺ. 100 ഡിവൈഡഡ് ബൈ 50 ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ നമുക്ക് അറിയാം ഇത് റിട്ടാർഡേഷൻ ആണ്. സോ A നമുക്ക് എഴുതാൻ പറ്റില്ല, ഡയറക്ട്ലി റിട്ടാർഡേഷൻ എഴുതാം. സോ റിട്ടാർഡേഷൻ ആണ് ഈ പറയുന്ന 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എത്രയായിരിക്കും? -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. മൈനസ് ഇടാൻ മറക്കരുത്, കാരണം ഇവിടെ ആക്സിലറേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ട് ആ ഒബ്ജക്റ്റിന്റെ മോഷൻ പ്രിവെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നെഗറ്റീവ് സൈൻ ഉറപ്പായും ഇടണം. ആക്സിലറേഷൻ കിട്ടി. അപ്പൊ നമുക്ക് ഉപയോഗിക്കുന്ന ഫോർമുല V ഈക്വൽ ടു U പ്ലസ് AT ഉപയോഗിക്കാലോ. എന്നിട്ട് നമുക്ക് T കണ്ടുപിടിക്കാലോ, ടൈം കണ്ടുപിടിക്കാം. സോ V ഈക്വൽ ടു U പ്ലസ് AT ഉപയോഗിക്കുകയാണ്. V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി 0. ഫൈനൽ വെലോസിറ്റി 0 ഞാൻ ഇവിടെ എഴുതി. 0 ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 20 ആണ്. 20 പ്ലസ് A നമുക്കറിയാം -2 ആണ്. സോ -2 ഇൻറ്റു T എന്ന് വരും. ക്ലിയർ? 20 പ്ലസ് -2 ഇൻറ്റു T എന്ന് വരും. സോ ഈ -2T ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. സോ 2T ഈക്വൽ ടു 20 എന്ന് വരും. T ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 10 സെക്കൻഡ് എന്ന് വരും. T ഈക്വൽ ടു 10 സെക്കൻഡ്. 10 സെക്കൻഡിൽ ആ പറയുന്ന മൂവിംഗ് ഒബ്ജക്റ്റ് ഏതിലോട്ട് വരും? റെസ്റ്റിലോട്ട് വരും. എപ്പോ 100 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 10 സെക്കൻഡിൽ ആ ബോഡി റെസ്റ്റിലോട്ട് വരും. സോ വളരെ സിമ്പിൾ ചോദ്യം. ബേസിക്കലി നമുക്ക് ഇതിൽ വലിയ ഫോർമുലാസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. F ഈക്വൽ ടു MA എന്ന് പറയുന്ന ന്യൂട്ടൺസ് ലോന്റെ ഫോർമുല അറിയണം. V ഈക്വൽ ടു U പ്ലസ് AT എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി സ്ട്രേറ്റ് ലൈൻ മോഷന്റെ സ്ട്രേറ്റ് ലൈൻ നമ്മൾ പഠിച്ചാണ്. ആ ഫോർമുല കൂടി അറിയണം. സോ ഫൈനൽ ആൻസറിൽ സെക്കൻഡ് ഇടാൻ മറക്കരുത്. സെക്കൻഡ് ഇട്ടാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തോട് കിടക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരേ പാറ്റേൺ തന്നെയാണ് ഈ ചോദ്യത്തിനുള്ളത്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ അതിന്റെ ചോദ്യത്തിലുള്ള ഗിവൺ ഡാറ്റാസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യത്തിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ 2 മാർക്ക് വെയിറ്റേജിനാണ് പരീക്ഷകളുടെ ചോദ്യം കണ്ടുവരാറുള്ളത്. സോ ഇമ്പോർട്ടന്റ് തന്നെയാണ്, കാരണം 2 മാർക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് ആണല്ലോ. ഈ ചോദ്യത്തിലോട്ട് കിടക്കാം. A vehicle of mass 1500 kilogram is moving with a velocity 15 meter per second. അതായത് 1500 കിലോഗ്രാം ഉള്ള ഒരു വാഹനം 15 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
A force of 1000 Newton is applied to the direction of motion. അതായത് ആ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ 1000 ന്യൂട്ടൺ അഡീഷണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ വണ്ടിയുടെ ഭാരം എന്ന് പറയുന്നത് 1500 കിലോഗ്രാം ആണ്. അത് 15 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നത്. സോ അതിലോട്ട് നമ്മൾ 1000 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി 15 സെക്കൻഡിന് ശേഷം അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും ചോദ്യം. വാട്ട് ഈസ് ദ വെലോസിറ്റി ആഫ്റ്റർ 15 സെക്കൻഡ്? ഓക്കെ, ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ എന്താണ് എടുത്തെഴുതേണ്ടത്? ഗിവൺ ഡാറ്റയാണ് എടുത്തെഴുതേണ്ടത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. സോ ഗിവൺ ഡാറ്റയിൽ ആദ്യം മാസ് അറിയാം 1500 കിലോഗ്രാം. അടുത്തത് വെലോസിറ്റി നമുക്കറിയാം. വെലോസിറ്റി എത്രയാണ്? ഇതെന്ത് വെച്ചാൽ ഏത് വെലോസിറ്റിയാണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ് കേട്ടോ. സോ യു എന്ന് എഴുതണം, ബി എന്ന് എഴുതാൻ പാടില്ല. സോ ഇനീഷ്യൽ വെലോസിറ്റി യു ഈക്വൽ ടു 15 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ പിന്നെ നമുക്ക് അറിയുന്ന കാര്യം എത്രയാണ്? ഫോഴ്സ് അറിയാം അല്ലെ? ഫോഴ്സ് എത്രയാണ്? 1000 ന്യൂട്ടൺ ആണ് നമ്മൾ അതിലോട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. 1000 ന്യൂട്ടൺ. അവർ ചോദിച്ചിരിക്കുകയാണ് 15 സെക്കൻഡിന് ശേഷം അതിന്റെ വെലോസിറ്റി എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി ആണ് ആഫ്റ്റർ 15 സെക്കൻഡ്. സോ ടി ഈക്വൽ ടു 15 സെക്കൻഡ്. കണ്ടുപിടിക്കേണ്ടത് ഫൈനൽ വെലോസിറ്റി വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈനൽ വെലോസിറ്റി വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? മുൻപിൽ ഉപയോഗിച്ച അതേ ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ. പക്ഷെ അതിനകത്തേക്ക് ഏത് വേണം? ആക്സിലറേഷൻ നമുക്ക് അതിന് ഇനീഷ്യലി ആവശ്യമാണ്. സോ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഈക്വൽ ടു എം എ ആണ്. therefore a equal to f divided by m എന്ന് വരും. f divided by m എന്ന് വരും. f എത്രയാണ്? 1000 ആണ്. സോ 1000 divided by m 1500 വെട്ടിക്കളഞ്ഞു വെച്ചാൽ 2/3. ആക്സിലറേഷൻ ഈക്വൽ ടു 2/3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. 2/3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ ആക്സിലറേഷൻ തന്നെയാണ്. കാരണം എന്താണ്? വണ്ടി പോകുന്ന അതേ ഡയറക്ഷനിലോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്. സോ എന്താണ്? ആക്സിലറേറ്റ് ചെയ്യാണ്, അതിന്റെ വേഗത കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ ഇവിടെ ആക്സിലറേഷൻ തന്നെയാണ്. ആക്സിലറേഷന്റെ വാല്യൂ 2/3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രാക്ഷനിലോട്ട് ആക്കാം കേട്ടോ. ക്ലിയർ? ദെൻ അടുത്ത v ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് നമുക്ക് അറിയാവുന്ന ഫോർമുല. v ആണ് കണ്ടുപിടിക്കേണ്ടത്. യു ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 15 ആണ്. 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എ എന്ന് പറയുന്നത് 2/3. ടൈം എത്രയാണ്? ടൈം 15 സെക്കൻഡ് തന്നെയാണ്. 15 3ഉം 15 വെട്ടി 5 തവണ. സോ ഈക്വൽ ടു 15 പ്ലസ് 2 ഇൻറ്റു 5 10 ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ഫൈനൽ വെലോസിറ്റി. അതായത് 15 സെക്കൻഡ് കഴിഞ്ഞാൽ ആ വാഹനത്തിന്റെ വെലോസിറ്റി എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ്. വളരെ സിമ്പിൾ ചോദ്യമാണ്. വലുതായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഫോർമുലാസ് ഒന്നുമില്ല. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയ മൂന്നാമത്തെ ചോദ്യം. ഇതിനകത്ത് ഫോഴ്സും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ചോദ്യത്തിലോട്ട് കിടക്കാം. എ മെഷീൻ ഗൺ ഫയേഴ്സ് 20 gram bullet at the rate of 5 bullet per second with velocity 400 meter per second. What force must be applied to the gun to hold in its position? വളരെ സിമ്പിൾ ചോദ്യമാണ്. അതായത് ഒരു മെഷീൻ ഗണ്ണ് 20 ഗ്രാം ഭാരമുള്ള ബുള്ളറ്റുകൾ, മാസമാണ് ആ ബുള്ളറ്റിന്റെ മാസമാണ് 20 ഗ്രാം. അങ്ങനെയുള്ള ബുള്ളറ്റുകൾ 5 ബുള്ളറ്റ് പെർ സെക്കൻഡിൽ ഫയർ ചെയ്യുന്ന ഒരു മെഷീൻ ഗൺ. 5 ബുള്ളറ്റ് പെർ സെക്കൻഡിൽ ഫയർ ചെയ്യുന്ന ഒരു മെഷീൻ ഗൺ ഉണ്ട്. സോ ഒരു ബുള്ളറ്റിന്റെ മാസ് എന്ന് പറയുന്നത് 20 ഗ്രാം ആണ്. ഓക്കെ, ആ ബുള്ളറ്റ് പോകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 400 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് ആ ബുള്ളറ്റ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? What force must be applied to the gun to hold in its position? നമുക്കറിയാം ഒരു ഗണ്ണ് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് ആ ഗണ്ണിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. കാരണം അത്രയും ഫോഴ്സിലാണ് ആ ബുള്ളറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ബുള്ളറ്റ് ഗണ്ണിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. സോ ആ ഗണ്ണിന്റെ പൊസിഷൻ മാറാതിരിക്കാൻ നമ്മൾ എത്ര ഫോഴ്സ് ഗണ്ണിലോട്ട് കൊടുക്കണം എന്നതാണ് ചോദ്യം. ആ ഗണ്ണ് ഫയർ ചെയ്യുന്ന സമയത്ത് ഗണ്ണിന്റെ പൊസിഷൻ മാറാതിരിക്കാൻ ഈ പറയുന്ന ഗണ്ണ് പിടിച്ചിരിക്കുന്ന ആള് എത്ര ഫോഴ്സ് ആ ഗണ്ണിലോട്ട് കൊടുക്കണം, ആ തോക്കിലോട്ട് നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കണം എന്നതാണ് ചോദ്യം. വളരെ സിമ്പിൾ ചോദ്യം കേട്ടോ. ഇനി നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. ചോദ്യം നമുക്ക് മനസ്സിലായി, ഉത്തരം നമുക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ ഉത്തരം എഴുതാൻ നമുക്ക് മനസ്സിലാവണം. ഗിവൺ ഡാറ്റ, ആ ബുള്ളറ്റിന്റെ ഭാരം തന്നില്ല. എത്രയാണ്? 20 ഗ്രാം ആണ്. സോ മാസ് ഈക്വൽ ടു 20 ഗ്രാം. ഗ്രാമിൽ എഴുതാവോ? കിലോഗ്രാമിൽ എഴുതണം. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റിക്കേ. 0.02 കിലോഗ്രാം. 0.02 കിലോഗ്രാം എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? സോ 20 ഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റി. സോ 0.02 കിലോഗ്രാം എന്ന് കിട്ടി. 5 ബുള്ളറ്റ് ആണ് ഒരു സെക്കൻഡിൽ പോകുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് ഗിവൺ ഡാറ്റയിൽ അത് എഴുതണം എന്ന ആവശ്യമില്ല. 5 ബുള്ളറ്റ് ആണ് ഒരു സെക്കൻഡിൽ മൂവ് ചെയ്യുന്നത്. വെലോസിറ്റി നമുക്കറിയാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് വെലോസിറ്റി ആണ്?
ഇനീഷ്യൽ വെലോസിറ്റി ആണ് കേട്ടോ. സോ ഫൈനൽ വെലോസിറ്റി കാരണം 0 ആയിരിക്കില്ല, കാരണം ഒരു ബുള്ളറ്റ് അവസാനം പോയിട്ട് എവിടെയെങ്കിലും ഇടിച്ചിട്ട് നിൽക്കുകയാണ് ചെയ്യുക. സോ ഇനീഷ്യൽ വെലോസിറ്റി u ഈക്വൽ ടു എത്രയാണ്? 400 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 400 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ? സോ വാട്ട് ഫോഴ്സ് മസ്റ്റ് ബി അപ്ലൈഡ്, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. വാട്ട് ഫോഴ്സ് മസ്റ്റ് ബി അപ്ലൈഡ്, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. സോ ഇവിടെ നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നത് മൊമെന്റവുമായിട്ടാണ്. മൊമെന്റം, ഗൺ ഫയറിംഗ് ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നമുക്ക് മൊമെന്റമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം ഈക്വൽ ടു, നമുക്കറിയാം മൊമെന്റത്തിന്റെ ചേഞ്ചിങ് എന്ന് പറഞ്ഞു വെച്ചാൽ mv2 മൈനസ് mv1 ആണ്. mv2 മൈനസ് mv1. സോ m നമുക്ക് കോമൺലി പുറത്തെടുക്കാം. സോ v1 മൈനസ് v2, സോറി v1 മൈനസ് v2. ക്ലിയർ? സോ മാസ് സെയിം ആണല്ലോ. സോ രണ്ട് വെലോസിറ്റി നമ്മൾ കമ്പയർ ചെയ്യാണ്. സോ ഈക്വൽ ടു m എത്രയാണ് വരിക? m വരുന്നത് 0.02 ആണ്. v1 എത്രയാണ്? v1 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി 400. സോ 400 മൈനസ് 0. സോ 0.08 into 400 എന്ന് പറഞ്ഞു വെച്ചാൽ 8 ആണ് കേട്ടോ. സോ 8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് എന്ത് കിട്ടി? ചേഞ്ച് ഇൻ മൊമെന്റം, അതായത് ഡെൽറ്റ പി കിട്ടി. ചേഞ്ച് ഇൻ മൊമെന്റം അഥവാ ഡെൽറ്റ പി നമുക്ക് എത്ര കിട്ടി? 8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്ന ഫോഴ്സ് ആണ്. ഫോഴ്സും മൊമെന്റവും നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. സോ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. ശരിയല്ലേ? ഫോഴ്സ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. സോ ഈക്വൽ ടു, അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇത് ഒരു ബുള്ളറ്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. സോറി, ഒരു ബുള്ളറ്റിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം ആണ് 8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര ബുള്ളറ്റ് ഉണ്ട്? 5 ബുള്ളറ്റ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? 8 into 5, 8 40. സോ 40 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ പറയുന്ന 5 ബുള്ളറ്റിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം. നമുക്ക് ഒരു ബുള്ളറ്റിന്റെ 8 എന്ന് കിട്ടി. ഒരു ബുള്ളറ്റ് അല്ലല്ലോ ആ ഗണ്ണ് ഫയർ ചെയ്യുന്നത്, ഒരു സെക്കൻഡിൽ 5 ബുള്ളറ്റ് ഫയർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? 5 വെച്ച് 8നെ ഗുണിക്കണം. സോ 40 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടുക. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ഫോഴ്സ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. സോ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. സോ അതായത് 40 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, എത്ര സമയത്തിലാണ് ഫയർ ചെയ്യുന്നത്? ഒരു സെക്കൻഡിലാണ്. പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ. സോ 40 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു 40 ന്യൂട്ടൺ. സോ ഫോഴ്സ് എത്ര കിട്ടി? 40 ന്യൂട്ടൺ. ഇത് എന്ത് ഫോഴ്സ് ആണെന്ന് സംശയം ഉണ്ടാവും. അതായത് ഈ ഫോഴ്സ് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ആ ബുള്ളറ്റ് ഗണ്ണിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് 40 ന്യൂട്ടൺ. ആ ബുള്ളറ്റ് പുറത്തു പോകുന്ന സമയത്ത് ഗണ്ണിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് 40 ന്യൂട്ടൺ. സോ അതുകൊണ്ട് തന്നെ ആ ഫോഴ്സിന് ഇക്വാലന്റ് ആയ ഫോഴ്സ് നമ്മൾ കൊടുക്കാതെ ആ ഗണ്ണ് ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കത്തുള്ളൂ. സോ നമ്മളും എത്ര ഫോഴ്സ് തന്നെ എക്സേർട്ട് ചെയ്യണം? വി ഹാവ് ടു എക്സേർട്ട് 40 ന്യൂട്ടൺ ഫോഴ്സ് in order to hold the gun in its position. ആ ഗണ്ണിനെ അതിന്റെ പൊസിഷനിൽ നിലനിർത്താൻ വേണ്ടി നമ്മളും എത്ര ഫോഴ്സ് തന്നെ കൊടുക്കണം? 40 ന്യൂട്ടൺ ഫോഴ്സ് തന്നെ നമ്മൾ കൊടുക്കണം. നമുക്ക് നമ്മുടെ 4ാമത്തെ ചോദ്യത്തിൽ കൊടുക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ബോർഡിനകത്ത് എഴുതിയിരിക്കുന്നത്. എ ട്രക്ക് ഓഫ് മാസ് 5000 കിലോഗ്രാം മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ട്രക്ക് ഉണ്ട്. ആ ട്രക്കിന്റെ ഭാരം എന്ന് പറയുന്നത് 5000 കിലോഗ്രാം ആണ്. അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കൊളൈഡ് എന്ന് വെച്ചാൽ കൂട്ടിയിടിക്കുക എന്നൊക്കെയാണ്. കൂട്ടിയിടിക്കൽ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരണം? ആ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, അതായത് മറ്റേ നമുക്ക് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. ആ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മൈൻഡിൽ വരണം. വന്നിട്ടില്ലെങ്കിൽ വരുത്തണം. കൊളൈഡ് വിത്ത് അനദർ ട്രക്ക് ഓഫ് മാസ് 3000. വേറൊരു ട്രക്കിന്റെ മാസ് അവർ വന്നത് 3000 ആണ്. പക്ഷെ ആ രണ്ടാമത്തെ ട്രക്ക് റസ്റ്റിലായിരുന്നു. അത് മൂവ് ചെയ്യുന്ന ഒരു ട്രക്ക് ആയിരുന്നില്ല, അത് റസ്റ്റിൽ ഇരിക്കുന്ന ഒരു ട്രക്ക് ആയിരുന്നു. ആ ട്രക്കിലോട്ടാണ് ഈ പറയുന്ന 5000 കിലോഗ്രാം ഉള്ള ട്രക്ക് 3 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ വന്നിട്ട് ഇടിക്കുന്നത് കേട്ടോ. അതിന് ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമൈൻ ദ കോമൺ വെലോസിറ്റി വിത്ത് വിച്ച് ദേ മൂവ് ആഫ്റ്റർ കൊളിഷൻ. അപ്പൊ ഈ കൊളിഷന് ശേഷം രണ്ട് ട്രക്കുകളും മൂവ് ചെയ്യുന്ന കോമൺ വെലോസിറ്റി എത്രയാണ്? അപ്പൊ വെലോസിറ്റി സെയിം ആണെന്നാണ് ഇവർ പറയുന്നത്. കോമൺ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കൊളിഷൻ രണ്ട് ട്രക്കുകളും ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആദ്യം ഗിവൺ ഡാറ്റ നമുക്ക് എടുത്തു കഴിഞ്ഞാലോ. ഗിവൺ ഡാറ്റ എ ട്രക്ക് ഓഫ് മാസ് 5000 കിലോഗ്രാം. സോ ആദ്യത്തെ ട്രക്കിന് ഞാൻ m1 എന്ന് കൊടുത്തു. m1 ഈക്വൽ ടു 5000 കിലോഗ്രാം മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ്. സോ വെലോസിറ്റി ഞാൻ u1 ഇനീഷ്യൽ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുത്തു. അടുത്ത് രണ്ടാമത്തെ ട്രക്ക് m2 ഈക്വൽ ടു എത്രയാണ് ഭാരം? 3000 ആണ്. അതിന്റെ വെലോസിറ്റി u2 എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്താണ്?
ഇനീഷ്യലി അത് എവിടെയാണുള്ളത്? റെസ്റ്റിലാണ്. ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഇറ്റ് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ക്ലിയർ അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്ന കൊളിഷന് ശേഷം അത് എത്ര വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക. സോ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? m1u1 പ്ലസ് m2u2 ഈക്വൽ ടു m1v1 പ്ലസ് m2v2. ഇതാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഞാനൊന്ന് മോഡിഫൈ ചെയ്യട്ടെ. അതായത് m1u1 പ്ലസ് m2u2 ഈക്വൽ ടു ഈ പറയുന്ന രണ്ട് ട്രക്കുകളും ആഫ്റ്റർ കൊളിഷൻ ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. മൂവ്സിന്റെ കോമൺ വെലോസിറ്റി. സോ എന്തെഴുതാം? m1v പ്ലസ് m2v എന്ന് എഴുതാലോ. ക്ലിയർ അല്ലേ? m1v പ്ലസ് m2v എന്ന് എഴുതാം. കാരണം ആഫ്റ്റർ കൊളിഷൻ രണ്ടിന്റെയും വെലോസിറ്റി സെയിം ആണ്. ആഫ്റ്റർ കൊളിഷൻ രണ്ടിന്റെയും വെലോസിറ്റി സെയിം ആണ്. നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ? കാൽക്കുലേറ്റ് ചെയ്യാം. m1u1 m1 എത്രയാണ്? m1 എന്ന് പറയുന്നത് 5000 ആണ്. സോ 5000 ഇൻറ്റു u1 എന്ന് പറയുന്നത് 3 ആണ്, പ്ലസ് m2 എന്ന് പറയുന്നത് 3000 ആണ്, ഇൻറ്റു 0. കാരണം u2 എന്ന് പറയുന്നത് 0 ആണ്. ഈക്വൽ ടു m1 സെയിം വേ 5000. ഇതിന് ഞാനൊന്ന് മാറ്റം വരുത്തുന്നുണ്ട്. കാരണം ഇത് ഈ രീതിയിൽ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടില്ല. അതിന് പകരം ഈ v ഞാൻ കോമൺലി പുറത്തെടുക്കുന്നുണ്ട്. v ഇൻറ്റു m1 പ്ലസ് m2, അതായത് 5000 പ്ലസ് 3000 എന്നിടാം. v ഇൻറ്റു 5000 പ്ലസ് 3000 എന്നത് വലിയ ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിൾ ആണ്. സോ 5000 ഇൻറ്റു 3 എത്രയാണ്? 1500. സോ 1500 ഈക്വൽ ടു 15000. 1500 അല്ല, 5000 ഇൻറ്റു 3 എന്ന് പറയുന്നത് 15000 ആണ്. സോ 15000 ഈക്വൽ ടു v ഇൻറ്റു 8000. 8000 എങ്ങനെയാണ്? 5000 പ്ലസ് 3000 എന്ന് പറഞ്ഞാൽ 8000. സോ v ഇൻറ്റു 8000. Therefore v equal to 15,000 divided by 8,000 equal to 1.875. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഓൾറെഡി. കാരണം എനിക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്റർ ഒന്നുമില്ല. സോ ഓൾറെഡി ബോർഡിൽ ഞാൻ ആൻസർ എഴുതി. സോ ഏത് വെലോസിറ്റിയിൽ, ഏത് കോമൺ വെലോസിറ്റിയിലാണ് ആഫ്റ്റർ കൊളിഷൻ മൂവ് ചെയ്യുക? 1.875 മീറ്റർ പെർ സെക്കൻഡിലാണ് ഈ രണ്ട് ട്രക്കുകളും ആഫ്റ്റർ കൊളിഷൻ മൂവ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ചോദ്യം. ഈ ഒരു ഫോർമുല മാത്രം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ പറയുന്ന കോമൺ വെലോസിറ്റി എന്ന് പറയുന്ന ടേം മനസ്സിലാക്കി വെക്കുക. നമ്മുടെ അഞ്ചാമത്തെ 5th ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കടക്കണം. അഞ്ചാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ബുള്ളറ്റിന്റെ ചോദ്യത്തിൽ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ട്. കാരണം ചിലർക്കെങ്കിലും ആ ഒരു സംശയം ഉണ്ടാവും. അതായത് ചേഞ്ച് ഇൻ മൊമെന്റം ഡെൽറ്റ പി ഈക്വൽ ടു എം ഇൻറ്റു v2 മൈനസ് v1 ആണ് ഫോർമുല. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. m ഇൻറ്റു v2 മൈനസ് v1 ആണ്. ബുള്ളറ്റിന്റെ കേസ് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇവിടെ ക്ലാരിഫൈ ചെയ്യാണ്. ബുള്ളറ്റിന്റെ കേസിൽ v1 എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. v2 എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റി 400 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ബോഡി റെസ്റ്റിലോട്ട് വരികയാണ് എന്ന് ചോദ്യത്തിൽ മെൻഷൻ ചെയ്താൽ മാത്രം ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് എടുക്കുക. കാരണം ബുള്ളറ്റ് വെക്കുകയാണ്. സോ ഫൈനലി ആ ബുള്ളറ്റ് എവിടെയും പോയി റെസ്റ്റ് ആവും എന്ന് വിചാരിക്കരുത്. ഫൈനൽ വെലോസിറ്റി ചോദ്യത്തിൽ ബോഡി റെസ്റ്റിലോട്ട് പോവാണ് എന്ന് മെൻഷൻ ചെയ്താൽ മാത്രം ഫൈനൽ വെലോസിറ്റി 0 എടുക്കുക. അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി എന്താണ്? ചോദ്യത്തിൽ തന്നിരിക്കുന്ന വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ആയിട്ട് എടുക്കുക. ക്ലിയർ? സോ ഇനീഷ്യൽ വെലോസിറ്റി 0യും ഫൈനൽ വെലോസിറ്റി 400 മീറ്റർ പെർ സെക്കൻഡുമാണ്. സോ ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഫോർമുല m ഇൻറ്റു v2 മൈനസ് v1 ആണ്. ഓർമ്മിച്ചിരിക്കുക. സോ ബുള്ളറ്റിന്റെ ഈ ഒരു ക്ലാരിഫിക്കേഷൻ ആൻസർ ശരിയായിരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കൊരു തോന്നൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാരിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇനി നമുക്ക് ഈ ഒരു ചോദ്യത്തിലോട്ട് കിടക്കാം. ഈ ചോദ്യത്തിൽ എന്താണ് പറയുക? ഓൾമോസ്റ്റ് സിമിലർ കണ്ടീഷൻ ആണ് ഇതിനകത്തും വരുന്നത്. എ ബാൾ ഓഫ് മാസ് 200 ഗ്രാം. ഒരു ബാളിന്റെ മാസ് എന്ന് പറയുന്നത് 200 ഗ്രാം ആണ്. ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. അത് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈസ് ബ്രോട്ട് ടു റെസ്റ്റ്. ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. അത് അവസാനം എന്താണ്? അവസാനം റെസ്റ്റിലോട്ടാണ് വരുന്നത്. ഇൻ 0.04 സെക്കൻഡ്. സമയവും തന്നിട്ട് 0.04 സെക്കൻഡിലാണ് വരുന്നത്. കാൽക്കുലേറ്റ് ദ ഇമ്പൾസ് ആൻഡ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ പ്ലെയർ. സോ അവിടെയുള്ള ഇമ്പൾസും കണ്ടുപിടിക്കണം, ഫോഴ്സും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. സോ ആദ്യം ഗിവൺ ഡാറ്റ എടുത്തെഴുതാലോ. ഗിവൺ ഡാറ്റ മാസ് 200 ഗ്രാം. 200 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 0.2 കിലോഗ്രാം. മൂവിംഗ് വിത്ത് വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് വെലോസിറ്റി ആണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് എങ്ങനെ എടുക്കാം? v1 ആയിട്ട് എടുക്കാം. സോ v1 10 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ബ്രോട്ട് ടു റെസ്റ്റ്. റെസ്റ്റ് ആയത് കാരണം v2 എത്രയായിരിക്കും? 0 ആയിരിക്കും. v2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻ 0.04 സെക്കൻഡ്. ടൈം തന്നിട്ടുണ്ട് 0.04 സെക്കൻഡ് എന്ന് സമയവും അവർ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഇമ്പൾസ് ആൻഡ് ഫോഴ്സ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇമ്പൾസും കണ്ടുപിടിക്കണം, ഫോഴ്സും നമുക്ക് കണ്ടുപിടിക്കണം. അടുത്തൊരു കാര്യം നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആണ്. നമ്മൾ ആ ന്യൂട്ടൺസിന്റെ സെക്കൻഡ് ലോ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം.
അതായത് ഇമ്പൾസ് ഐ ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം അഥവാ ഡെൽറ്റ പിക്ക് ഈക്വൽ ആണ്. സോ ഡെൽറ്റ പി നമുക്ക് കണ്ടുപിടിക്കാമോ? ഡെൽറ്റ പി ഈക്വൽ ടു എം ഇൻറ്റു v2 മൈനസ് v1. ഡെൽറ്റ പി ഈക്വൽ ടു എം ഇൻറ്റു v2 മൈനസ് v1. എം എത്രയാണ്? മാസ് നമ്മൾ എഴുതി 0.2 ഇൻറ്റു v2 എത്രയാണ്? 0 ആണ്. v1 എന്ന് പറയുന്നത് 10 ആണ്. ക്ലിയർ? v1 എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 0.2 ഇൻറ്റു മൈനസ് 10 എത്രയാണ്? 0.2 ഇൻറ്റു മൈനസ് 10 എന്ന് പറയുന്നത് -2 ആണ്. 0.2 ഇൻറ്റു മൈനസ് 10 എന്ന് പറഞ്ഞാൽ -2 ആണ്. യൂണിറ്റ് എന്ത് വരും? മൊമെന്റം ആണ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം meter per second. So -2 kilogram meter per second. Delta P equal to -2 kilogram meter per second എന്ന് നമുക്ക് കിട്ടി. അടുത്ത കാര്യം ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് തമ്മിലുള്ള റിലേഷൻ ആണ് F equal to delta P divided by delta T ആണ് നമ്മൾ പഠിച്ചു. ഡെൽറ്റ പി എത്രയാണ്? -2 ആണ്. ഡെൽറ്റ ടി എത്രയാണ്? 0.04 സമയം തന്നിട്ടുണ്ട്. 0.04 ഈക്വൽ ടു -50 ന്യൂട്ടൺ. -50 ന്യൂട്ടൺ. ഇപ്പൊ ഫോഴ്സ് നെഗറ്റീവിലാണ് വരുന്നത്, അതായത് അത് റിട്ടാർഡിംഗ് ഫോഴ്സ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ വളരെ സിമ്പിൾ ആണ്. സോ ഈ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ്. ഈ പറയുന്ന ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഫോർമുലയും ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഫോർമുല m ഇൻറ്റു v2 മൈനസ് v1 ആണ്. v2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. v1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഒരു ബോഡി റെസ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന ചോദ്യത്തിൽ തന്നാൽ മാത്രം v2 0 ആയിട്ട് എടുക്കുക, അതർവൈസ് 0 ആയിട്ട് എടുക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ആറാമത്തെ ചോദ്യമാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഫ്രിക്ഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത്ര നേരം ഫോഴ്സും മൊമെന്റവും ഒക്കെ റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളാണ് നോക്കിയത്. ഇത് ഫ്രിക്ഷൻ റിലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം വായിച്ചു തരാം. എ ബ്ലോക്ക് ഓഫ് മാസ് 5 kilogram റെസ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. The plane is gradually inclined with a horizontal when it is at an angle 18 degree with the horizontal. The block start to slide. What is the coefficient of static friction? വളരെ സിമ്പിൾ ആണ്. അതായത് ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഉള്ളത്. അതിന്റെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് 18 ഡിഗ്രി ആണ്. അവിടെയുള്ള കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് വെച്ചിട്ട് ഞാനൊരു ഗിവൺ ഡാറ്റ എഴുതുന്നതിന് പകരം ഒരു ഡയഗ്രാം വരയ്ക്കാം. സോ ഇതാണ് നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് വിചാരിക്കാം. സോ അത് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 18 ഡിഗ്രി ആണ്. സോ ഇവിടെയാണ് നമ്മുടെ ബ്ലോക്ക് ഉള്ളത് വെക്കാം. സോ ഈ ബ്ലോക്കിൽ നിന്ന് ഏതൊക്കെ ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുക? താഴോട്ട് അതിന്റെ വെയിറ്റ് അഥവാ mg ആക്ട് ചെയ്യും. വെയിറ്റ് ആക്ട് ചെയ്യുന്നത് താഴോട്ടായിരിക്കും. നോർമൽ ആക്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഹൊറിസോണ്ടൽ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ n അല്ലെങ്കിൽ r ആക്ട് ചെയ്യും. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ mg എന്ന് പറയുന്ന വെയിറ്റിനെ രണ്ടായിട്ട് ഞാൻ റിസോൾവ് ചെയ്യാണ്. ഒന്നെന്ന് പറയുന്നത് mg സൈൻ തീറ്റയും മറ്റൊന്നെന്ന് പറയുന്നത് mg കോസ് തീറ്റയും. സോ ഇത് mg സൈൻ തീറ്റ ആയിരിക്കും, ഈ താഴേക്കുള്ളത് mg കോസ് തീറ്റ ആയിരിക്കും. ക്ലിയർ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കാര്യം, ഈ സാധനം ഈ ബ്ലോക്ക് താഴോട്ട് സ്ലൈഡ് ചെയ്യാനാണ് ടെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അതായത് ഇപ്പൊ സ്ലൈഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യാം. സോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. സോ Fs ആ ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? സോ ഇതിന് ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ വരച്ചു തരാം. സോ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ നോർമലിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ അതിന്റെ mg കോസ് തീറ്റ ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുക. സോ ആ സെയിം വേ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന mg സൈൻ തീറ്റയാണ്. ഇവിടേക്കുള്ളത് Fs ആയിരിക്കും. അതിന്റെ വെയിറ്റ് താഴേക്ക് mg ആയിരിക്കും. ക്ലിയർ? സോ ഇതാണ് നമുക്ക് റിസോൾവ് ചെയ്ത് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത്. സോ ഇതിനെ നമുക്കൊന്ന് ഇവിടെ ഇക്വേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്യാവുന്നതാണ്. സോ അതായത് mg sin theta equal to mg sin theta ഏതിന് ഈക്വൽ ആയിരിക്കും? Fs എന്ന് പറയുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈക്വൽ ആയിരിക്കും. സോ Fs ഇക്വേഷൻ നമ്പർ 1. അടുത്തത് നോർമൽ എന്തിന് ഈക്വൽ ആയിരിക്കും? mg cos theta ഈക്വൽ ആയിരിക്കും. സോ mg cos theta ഈക്വൽ ടു നോർമൽ. നോർമലിനെ n എന്ന് ഡിനോട്ട് ചെയ്യാം, അതർവൈസ് r എന്ന് ഡിനോട്ട് ചെയ്യാം കേട്ടോ. സോ ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്? Fs is equal to mu s into n നമ്മൾ പഠിച്ചിട്ടുണ്ട്. Fs is equal to mu s into n. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒന്നാമത്തെ ഇക്വേഷനിൽ therefore mg sin theta equal to mu s into n. mg sin theta equal to mu s into n. ഇത് മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തു. അപ്പോൾ അടുത്ത ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ മൂന്നാമത്തെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ഇക്വേഷൻ. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ മൂന്നാമത്തെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. So mg sin theta divided by mg cos theta equal to ഈ സൈഡ് എന്താ ഉള്ളത്? n ആണുള്ളത്. ഈ സൈഡ് ഉള്ളത് n ആണ്. ക്ലിയർ? സോ ഈ രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാണെന്ന് വെക്കുക. സോ ഏതൊക്കെ ടേം ക്യാൻസൽ ആയി പോവും? mg ക്യാൻസൽ ആയി പോവും. ഈ ഉള്ള n ഉം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ sin theta by cos theta എന്ത് വരും? tan theta
തീറ്റ ഈക്വൽ ടു മ്യൂ എസ് എന്ന് വരും. അതായത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ എസ് എന്ന് വരും. Therefore മ്യൂ എസ് ഈക്വൽ ടു നമുക്ക് വാല്യൂ എഴുതാലോ. ടാൻ തീറ്റയുടെ വാല്യൂ എത്രയാണ് തന്നിട്ടുണ്ടല്ലോ ചോദ്യത്തില് 18 ഡിഗ്രി. ടാൻ 18ന്റെ വാല്യൂ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 0.325. സോ ഇതാണ് അവിടെയുള്ള കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ 0.325. സോ അതിന് നിങ്ങൾക്ക് അറിയേണ്ട ബേസിക് കാര്യം ഈ പറയുന്ന ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒന്ന് റിസോൾവ് ചെയ്യാൻ അറിയണം. അത് അറിയുന്നതിന് കൂടെ തന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് മ്യൂ എസ് ഇൻറ്റു എൻ ആണെന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പോഴാണ് നമുക്ക് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടുക, സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ കിട്ടുക. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ 0.325 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മുടെ 7ാമത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. നമ്മുടെ ഈ ചാപ്റ്ററിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനിലൂടെ നമുക്ക് കടക്കാം. സോ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ എ ട്രെയിൻ ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 54 km/h on a curve of radius 300 meter. By how much should be the outer rail to be raised with respect to the inner rail? Distance between the rail is 1 meter. ഇതാണ് ചോദ്യം. വളരെ സിമ്പിൾ ചോദ്യമാണ്. കാരണം ഞാൻ ഇമ്പോർട്ടന്റ് ഫോർമുലാസ് എഴുതിയതിൽ ഏറ്റവും അവസാനം എഴുതിയ ഫോർമുല ഈ പറയുന്ന റെയിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോർമുലയാണ്. സോ അത് ബേസ് ചെയ്ത ചോദ്യമാണിത്. അപ്പൊ ആദ്യം നമുക്ക് ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാലോ. സോ ഗിവൺ ഡാറ്റ. സോ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ആ പറയുന്ന റെയിൽ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? ട്രെയിൻ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് v ഈക്വൽ ടു 54 km/h ആണ്. നമുക്കറിയാം km/h നമ്മൾ ഏതിലോട്ട് മാറ്റണം? m/s മാറ്റണം. സോ എങ്ങനെയാണ് m/s മാറ്റുക? 54 × 5 ഡിവൈഡഡ് ബൈ 18. 18 54 3 തവണ ഈക്വൽ ടു 15 m/s എന്ന് കിട്ടി. ഈക്വൽ ടു 15 m/s എന്ന് നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ വെലോസിറ്റി നമുക്ക് 15 m/s എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ഇതിന്റെ റേഡിയസ്, ആ കർവിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 300 മീറ്റർ ആണ്. അടുത്തത് എന്താണ് തന്നിരിക്കുന്നത്? അതിന്റെ നെക്സ്റ്റ് അത്രയേ ഉള്ളൂ, വേറെ ഡാറ്റാസ് ഒന്നും തന്നിട്ടില്ല. എൽ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 റെയിൽസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 m/s² ആണ്. ഇത്രയും ഡാറ്റാസ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 റെയിൽസും തമ്മിലുള്ള വ്യത്യാസം, ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എൽ എന്ന് പറയുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എത്ര ഹൈറ്റിലാണ് രണ്ടാമത്തെ റെയിൽ ഒന്നാമത്തേതിനേക്കാളും ഉയർന്നിരിക്കുന്നത്. സോ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? ഇനി എക്സ് റിലേറ്റ് ചെയ്യുന്ന പോലെ ഇക്വേഷൻ എന്താണ്? v equal to root of rg tan theta. നിങ്ങൾക്കറിയാം v equal to root of rg tan theta. tan theta equal to എന്തായിരുന്നു? x/l ആയിരുന്നു. tan theta equal to x/l ആയിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ v equal to root of rgx divided by l. root of rgx divided by l ആണ്. സോ സ്ക്വയർ ചെയ്യാം. സോ v square equal to rgx divided by l എന്ന് കിട്ടും. x equal to v square l divided by rg എന്ന് കിട്ടും. x equal to v square l divided by rg എന്ന് കിട്ടും. v എത്രയാണ്? v ന്റെ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. സോ 15 സ്ക്വയർ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ r 300 ആണ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആണ്. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ ഇതിന്റെ ആൻസർ വരുന്നത് 0.075 മീറ്റർ ആണ്. 0.075 മീറ്റർ ആണ് രണ്ടാമത്തെ റെയിൽ ഒന്നാമത്തേതിനേക്കാളും ഉയർന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഈ ഫോർമുല അറിഞ്ഞിരിക്കണം, ഈ 2 ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വലിയ ബുദ്ധിമുട്ടില്ല. സോ ഇതോടുകൂടി ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നു. ഇത് കൂടാതെ ഈ പറയുന്ന ബാങ്കിങ് ഓഫ് റോഡ് ഉണ്ടല്ലോ, അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് കാണാറുണ്ട്. സോ അതുകൂടി നോക്കാം. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഫോർമുല പഠിച്ചാൽ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അതിനകത്ത് ഈ പറയുന്ന ആംഗിൾ ഓഫ് ബാങ്കിങ് തീറ്റ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കുക, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. സോ അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ? സോ ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.